റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബക്ക് 5. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയുന്നു, കാര്യം അങ്ങനെയായാൽ, ഇദാ കാനൽ അംറു കദാലിക, അപ്പോൾ ഈ മത്തിന് എഴുതി അതിന് ശറഹ് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിലേക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ ഉത്തരം ചെയ്തു. ആ അവസ്ഥയിൽ കാര്യങ്ങളായപ്പോൾ അഖൂലു, ഞാൻ പറയുന്നു, ത്വാലിബൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് തേടിയവനായ നിലയിൽ, തൗഫീഖിനെ തേടിയവനായ നിലയിൽ. തൗഫീഖ് എന്ന് പറഞ്ഞാൽ ജഅലുൽ അസ്ബാബി മുവാഫിഖൻ ലിൽ മത്ലൂബി, മത്ലൂബിനോട് യോജിച്ച നിലയിൽ അസ്ബാബുകളെ ആക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിവിനെ പടച്ചു തരിക എന്നൊക്കെ പറയും. ആ കഴിവിനെ പടച്ചു തരലിനെ തേടിയവനായ നില. എന്തിനാണ് കഴിവിനെ പടച്ചു തരേണ്ടത്? ഭീമാ ഹുനാലിക്ക, ഇവിടെയുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ മത്തിനുമാകാം ഷർമുമാകാം. അവിടെ ഹുനാലിക്ക എന്നുള്ളത് ബഈദായ കാര്യത്തിലേക്ക് ബഈദിലേക്ക് ഇഷാറത്താക്കാൻ വേണ്ടി വെക്കപ്പെട്ട പദമാണ് ഹുനാലിക്ക എന്നുള്ളത്. ഇവിടെ എന്തിനാണ് മുസന്നിഫ് ആ പദം ഉപയോഗിച്ചത്? അത് ശരീഅങ്ങൾ പറയുന്ന പല ആനകൾ അതിന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഇമ്മാലി റിആയത്തി സജഇനെ മുറാഅത്ത് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. കാരണം അനുലഖിസ ലഹും അൽ മുഹിമ്മ മിൻ ദാലിക്, അതുപോലെ തന്നെ ഫീ തിൽക്കൽ മസാലിക് എന്നൊക്കെ പറഞ്ഞെടുത്ത് അതിനോട് യോജിക്കാൻ വേണ്ടി ശരിവെക്കാൻ വേണ്ടിയിട്ട് ഹുനാലിക്ക എന്ന് പറഞ്ഞാണെന്നൊരഭിപ്രായം. മറ്റൊരഭിപ്രായം ഷറഹിനെ രചിച്ചതിൻ്റെ സമാൻ എന്തായി? അത് കുറച്ച് കഴിഞ്ഞാണ് ബുഅദുണ്ടായി. മിൻ തഹരീരിൽ മത്തിനെ തഹരീർ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് സമാനിയായ ബുഅദ് ഷറഹ് തസ്നീഫ് ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിലേക്ക് ഇഷാറത്താക്കണം. അപ്പോൾ ഹുനാലിക്ക എന്നുള്ളത് ഇവിടെ ഈ ഷറഹിൽ എന്താണ് തൗഫീഖിനെ ചേരാൻ വേണ്ടി അർത്ഥമാക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കിതാബിൻ്റെ അതിൻ്റെ മർത്തബയുടെ ബുഅദിലേക്ക് ഇഷാറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കൂടി ഇഹ്തിമാലുള്ളത്, ഈ മുഷാറ് ഇലൈഹി ഹുനാലിക്ക എന്നുള്ള ഇതിലേക്കാണ് മുഷാറ് ഇലൈഹി ഏതാ? അത് ഷറഹാണോ അല്ല മത്തിനാണോ? രണ്ടും കൂടിയാണ്. ഹുവ മജ്മൂഉൽ മത്നി വശറഹി, അങ്ങനെ ആകാനൊരു ഇഹ്തിമാൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഷറഹിലും മത്തിനിലും കഴിവിനെ പടച്ചു തരാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് തേടിയവനായ നിലയിൽ ഞാൻ പറയുന്നു. അൽ ഖബർ എന്ന് പറഞ്ഞാൽ ഇന്ദ ഉലമാഇ ഹാദൽ ഫന്നി, ഈ ഫന്നിൻ്റെ ഉലമാക്കളുടെ അടുക്കൽ, ഉസൂലുൽ ഹദീസിൻ്റെ ഫന്നിൻ്റെ ഉലമാക്കളുടെ അടുക്കൽ, മുഅല്ലമായ ഉലമാക്കളുടെ അടുക്കൽ. കാരണം ശേഷം വരെ ഖിലാഫ് പറയുന്നുണ്ട്. ആ ഖിലാഫ് എന്താണ്? അത് വഈഫായ ഖിലാഫ് ആണെങ്കിൽ തന്നെ ഇവിടെ ഫന്നിൻ്റെ എല്ലാ ഉലമാക്കളുടെ അടുക്കൽ എന്ന് വെക്കാൻ പറ്റൂല. മുഅല്ലമായ ഉലമാക്കളുടെ അടുക്കൽ. ഈ ഖബർ എന്ന് പറഞ്ഞാൽ അത് മുറാദിഫുൻ ലിൽ ഹദീസി, ഹദീസിനോട് മുറാദിഫായ പദമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പര്യായ പദമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ഹദീസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരർത്ഥത്തിന് തന്നെയാണ്, ഒരാശയത്തിനാണ്. വഖീല, മറ്റൊരു അഭിപ്രായം, അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ മാ ജാഅ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, നഖൽ ചെയ്യപ്പെട്ടതിന് ഹദീസ് എന്ന് പറയും. അലിഹി വസഹബിഹി വസല്ലം. വൽ ഖബർ എന്നാൽ മാ ജാഅ അൻ ഗൈരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്തവരെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടതിന് ഖബർ എന്നും പറഞ്ഞു. ഇങ്ങനെ രണ്ടും കൂടെ ഫർക്കാക്കി പറഞ്ഞിട്ടുണ്ട്. കമീൻ തമ്മ, ഈ ഫർക്ക് പറഞ്ഞ കാരണത്താൽ ഹീല പറയപ്പെട്ടു, ലിമൻ യസ്തഗിലു ബി തവാരീഖുകളുമായി ശുഗലാകുന്ന ആളുകൾ. തവാരീഖുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ, അവരുടെ നാടുകളിൽ അവരുടെ അധികാരം പിടിച്ചടക്കൽ, അതുപോലെ തന്നെ ഓരോ നാട്ടിൽ സംഭവിക്കുന്ന ഓരോ നാട്ടിൽ സംഭവിക്കുന്ന പകർച്ചവ്യാധികൾ, ആ സംഭവങ്ങൾ, അങ്ങനെ ധാരാളം
കാര്യങ്ങളുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, അതിന് ആ ഇൽമിനാണ് ഇൽമു തവാരീഖ് എന്ന് പറയാം. ആ താരീഖുകളുമായിട്ട് ബന്ധപ്പെടുന്നത്. അതേപോലെ തന്നെ ഒമാ ഷാക്കലഹ, ഈ തവാരീഖുകളോട് മുഷാക്കലത്തായ അത് മറ്റ് ചരിത്രങ്ങൾ, അതേപോലെ തന്നെ അഹ്ലി കിതാബുകാരുടെ അഖ്ബാറുകൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതുപോലെ മനാഖിബുകളൊക്കെ ചില ശുറാകൾ പറയുന്നുണ്ട്, മനാഖിബുകളൊക്കെ പെടും. ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, പിന്നെ പറയപ്പെടും അല്ല അഖ്ബാരിയ എന്ന് പറയും. അഖ്ബാരി എന്ന് മൻസൂബിനല്ല, അഖ്ബാർ എന്നതിലേക്ക് നിസ്ബ ചെയ്തണ്ട. അഖ്ബാർ എന്നുള്ള ഖബറിൻ്റെ ജമ്മാണ് അഖ്ബാരി എന്നുള്ളത്. അഖ്ബാരി എന്നതിലേക്ക് നിസ്ബ ചെയ്യാന്ന്, ജമ്മിലേക്ക് നിസബ ചെയ്ത് പറയുക എന്നുള്ളത് അത് ഒരു ഖിയാസിയാണ്. ഖിയാസ് എന്താണ്, മുഫ്രദാണ് എന്ത് ചെയ്യുക, മുഫ്രദിലേക്കാണ് നിസ്ബ ചെയ്യുന്നത്. അൽഫയിൽ പറഞ്ഞല്ലോ, അൽ വാഹിദ് അദ്കുർ നാസിബൻ ലിൽ ജംഇ ഇല്ല യുശാബിഹ് വാഹിദൻ ബിൽ വളഇ. ജംആയ പദത്തിന് നിസ്ബ ചെയ്യുകയാണെങ്കിൽ അതിനെ മുദക്കറാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്ബ ചെയ്യേണ്ടത്. അതെപ്പോഴാണെന്നാ, അത് ആ വളയിൽ തന്നെ വാഹിദായ അലമിനോട് എന്തായി മുശാബഹത്തായിട്ടില്ല എങ്കിൽ എന്നാണ്. അപ്പോൾ വളയിൽ തന്നെ അങ്ങനെ അലമിനോട്, വാഹിദായ അലമിനോട് മുശാബഹത്തുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, നിസ്ബ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അബാബീൽ, അതേപോലെ അൻസാർ. അപ്പോൾ അൻസാർ എന്നൊക്കെ ഉള്ളത് എന്താണ്, ആദ്യം തന്നെ അതിനെ അലമായിട്ട് വെച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ അൻസാരി. അപ്പോൾ ഒരു അൻസാറിലേക്ക്, ഒരു സഹാബിയിലേക്ക്, അൻസാരിയായ ഒരു സഹാബിയിലേക്ക് നിസ്ബ ചെയ്തിട്ട് അൻസാരി എന്ന് പറയും. അതേപോലെയാണ് ഇവിടെ പ്രയോഗം. അത് ഒരു ഖിയാസിയായ പ്രയോഗമാണെന്ന് മാത്രം. അതാണ് അഖ്ബാരി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഖബരി എന്നാണ് പറയേണ്ടത്. വലിമ യസ്തഗിലു ബിസ്സുന്നത്തിൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് കൊണ്ട് ജൂലാകുന്ന ആൾക്ക് പറയപ്പെടും അൽ മുഹദ്ദിസ് എന്നും പറയും. ഇങ്ങനെ ഒരു ഫർക്കും കൂടെ പറഞ്ഞു. ആ ഫർക്ക് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഷൂലാകുന്ന ആളുകൾക്ക് ഇങ്ങനെ പേരും പറയുമെന്നും പറഞ്ഞു. വക്കീൽ അതിന് ഒരഭിപ്രായം പറഞ്ഞത് എന്താണ്, രണ്ടും മുറാദിഫാണ്. മറ്റൊരഭിപ്രായം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഹദീസെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്തവരിൽ നിന്ന് തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഖബർ എന്നും പറയുന്നു. ഇങ്ങനെ അത് കീലയായി, രണ്ടഭിപ്രായം. പിന്നെ മൂന്നാമത്തെ അഭിപ്രായം മൂന്നാമത്തെ അഭിപ്രായം പറയപ്പെട്ട വൈനഹുമാ ഉമൂമു വ ഖുസൂസ് മുത്തലഖ്, രണ്ടിൻ്റെ ഇടയിൽ ഹുമൂമു ഖുസൂസ് മുത്തലഖ് എന്നാണ് ഖബർ ഹദീസിൻ്റെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുല്ലു ഹദീസിൻ, എല്ലാ ഹദീസും ഖബറും, എല്ലാ ഹദീസും ഖബറാണ്. പിന്നെ ഒരു അഖ്സ് കൂടാതെ എല്ലാ ഖബറും എന്താവില്ല, ഹദീസാവില്ല. കാരണം ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേകമായതാണ്, ഖാസായതാണ്. ഖബർ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ തൊട്ടും നബി തങ്ങളെ അല്ലാത്തവരെ തൊട്ടും റിപ്പോർട്ട് ചെയ്യുന്നതിന് ഖബർ എന്ന് പറയാം. അപ്പം ഖബർ ആമാണ്, ഹദീസിനേക്കാൾ ആമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഖബറും എന്തായാലും ഹദീസ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ ഹദീസും എന്താക്കാം, ഖബറാക്കാം, അതിന് കുഴപ്പമില്ല. പിന്നെ വഉബ്ബിറ ഇവിടെ ഈ മത്തിനിൽ മുസന്നിഫ് ഇബാറത്തിട്ടത് ബിൽ ഖബർ എന്നതുകൊണ്ടാണ് ഇവിടെ ഇബാറത്തിട്ടത്. അത് എന്തിനാണ്, ഈ യഖൂന അശ്മല, അതിപ്പോൾ നമ്മൾ പറഞ്ഞ 3 ഖൗലുകളെയും ഷാമിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്നു ഹജർ തങ്ങളും ചെയ്തത്, അങ്ങനെ ഇബാറത്തിട്ടത്. ഫഹുവ, ഈ ഖബർ ബിഇഅ്തിബാരി ഉസൂലിഹി ഇലൈന, അത് നമ്മളിലേക്ക് എത്തിയതിനെ എഅ്തിബാർ ചെയ്യുമ്പോൾ, അതിനെ പരിഗണിച്ചുകൊണ്ട് അതിനെ പല നിലയ്ക്ക് എന്ത് ചെയ്യും, അതിന് പേരുകൾ പറയും, പല നിലയ്ക്ക് അതിന് ഹുക്കുമുകൾ വരും. അപ്പോൾ അത് വിശദീകരിക്കുകയാണിനി. നമ്മളിലേക്ക് എത്തിയതിനെ പരിഗണിക്കൽ കൊണ്ട് ഇമ്മാ അൻ യകൂന ലഹു തുർക്കുൻ, ആ ഖബർ ഒന്നെങ്കിൽ അതിനുണ്ടാകും തുർക്കുൻ, ധാരാളം വഴികളുണ്ടാകും. തുർക്കിന് അർത്ഥം അസാനീദു കസീറത്തുൻ, ധാരാളം അസാനീദുകൾ, ഇസ്നാദുകൾ ഉണ്ടാവും. ഇസ്നാദിൻ്റെ ജമ്മാണ് അസാനീദ് എന്ന് വെച്ചാൽ ധാരാളം വഴികളുണ്ടാവും. ആ തുറുക്കുൻ എന്നുള്ളതിന് അസാനീദു കസീറത്തു എന്നെന്തിനാ ഷറഹ് എഴുതിയത്,
അതിൽ അന്ന തുറുക്കൻ, ഈ തുറുക്ക് എന്ന പദം ജമ്മു തരീഖിൻ്റെ ജമ്മാണ് തുറുക്ക് എന്നുള്ളത്. ഫഈലുൻ ഫഈൽ വസ്ന് ഫിൽ കസറത്തി, കസറത്തിൻ്റെ ജമ്മിൽ ഫഈൽ വസ്ന് യുജ്മഉ അതെന്താണ് ജംആക്കപ്പെടുന്നത് അല ഫുഉൽ വസ്നിന്മേലാണ് ബിളമ്മത്തൈനി രണ്ടിനും ലമ്മ് കൊണ്ട് ഫുഉൽ വസ്നിന്മേലാണ് അതിനെ ജംആക്കപ്പെടുക. അതുകൊണ്ടാണ് ഇവിടെ അമാന പക്ഷേ കില്ലത്തിലാണ് ഒഫിൽ കില്ലത്തിലായ നിലയിലാണ് ഫഈൽ വസ്ൽ വരുന്നതെങ്കിൽ അല അഫ്ഉലത്തിൻ എന്ന അഫ്ഉലത്ത് എന്ന വസനിലേ വരികയുള്ളൂ. ഇതുപോലെ റഗീഫ് അർഗിഫത്ത് എന്നൊക്കെ പറയല്ലോ, അപ്പോൾ ആ രീതിയിലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് അത് കസറത്തിൻ്റെ മേലാണെന്നുള്ളത് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇവിടെ അസാനീദു കസീറത്തുൻ എന്നെന്ത് ചെയ്തത് മഹാനവറുകൾ അതിന് ശറഹ് കൊടുത്തത്. വൽ മുറാദ് ബി തുർക്കി, തുർക്ക് കൊണ്ടുള്ള മുറാദ് ഉദ്ദേശം അൽ അസാനീദു, നമ്മൾ പറഞ്ഞ സനദ അസാനീദാണ്, സനദുകളാണ്, ഇസ്നാദുകളാണ്. വൽ ഇസ്നാദു, ഇസ്നാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഹിക്കായത്തു ത്വരീഖിൽ മത്തിനി, വേറൊരു നുസ്ഖയിൽ ഹിക്കായത്തുൻ അൻ ത്വരീഖിൽ മത്തിനി എന്ന് ഉണ്ട്, അങ്ങനെയുണ്ട്. മത്തിനിൻ്റെ ത്വരീഖിനെ തൊട്ടുള്ള ഹിക്കായത്ത്, മത്തിനിൻ്റെ ത്വരീഖ് എന്ന് പറഞ്ഞാൽ ആ റിവായത്തിൻ്റെ അസ്മാകൾ, ആ റിവായത്ത് ചെയ്ത റാവികളുടെ അസ്മാകൾ ഇങ്ങനെ ഹിക്കായത്ത്, ഇതിനാണ് എന്ത് ചെയ്യുന്നത് ഇസ്നാദ് എന്ന് പറയാം. വൽ മത്തിനു, മത്തിന് എന്ന് പറഞ്ഞാൽ മത്തിൻ്റെ ത്വരീഖിനെ ഹിക്കായത്ത് ചെയ്യുന്ന രൂപം നമ്മൾ പറയുമല്ലോ, ഹദ്ദസന ഫുലാനിൻ അൻ ഫുലാനിൻ, അതുപോലെ അംബ അന അഖ്ബറന ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന ഇതിനാണ് എന്ത് ചെയ്യുന്നത് ഇസ്നാദ് എന്ന് പറയുന്നത്. മത്തിന് എന്ന് പറഞ്ഞാൽ ഹുവ ഓയത്തുമായി എന്തഹി ഇലഹിൽ ഇസ്നാദു, ആ ഇസ്നാദ് അറ്റമാകുന്ന മിനൽ കലാമി, കലാമിനാൽ എവിടേക്കാണോ അറ്റമാകുന്ന ആ അന്നിൻ്റെ ഓയത്തിനാണ് എന്ത് ചെയ്യുന്നത് മത്തിന് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവികൾ, ആ റാവികളെ പറയുന്നതിന് ഇസ്നാദ് എന്നും പറയും. അതിൽ പറയുന്ന വാചകം, ആ വാചകത്തിന് എന്ത് ചെയ്യും മത്തിന് എന്നും പറയും. വത്തിൽക്കൽ കസറത്തു, ഇനി ഈ തുറുക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ തുറുക്കിനെ എന്ത് ചെയ്യാണ് വിശദീകരിച്ച് ഇനി ഹദീസ് മുത്തവാത്തിർ, വേറെ മുത്തവാത്തിർ ഇങ്ങനെ വിശദീകരിച്ച് പോവുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅ്വാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.